ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 6, ഒന്നാമത്തെ വായനാ ഭാഗം ശമൂവേൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ 24-ാം അധ്യായം. ഈ 24-ാം അധ്യായം ആ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായവും കൂടിയാണ്. ഇവിടെ ഒരു സംഭവം നടക്കുന്നതിന് ഒന്ന് ചുരുക്കമായി പറയാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് 24-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കോപം കാരണം, ഇസ്രായേലിനോട്ടുള്ള കോപം കാരണം ഇസ്രായേലിലെ യഹൂദയെ എണ്ണുക എന്ന് ദൈവം ദാവീദിന് തോന്നിച്ചു. അങ്ങനെ രാജാവ് യോവാബിനോട് ദാൻ മുതൽ ബേർശേബ വരെ എല്ലാ ഗോത്രങ്ങളും സഞ്ചരിച്ച് ജനത്തിൻ്റെ സംഖ്യ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ യോവാബ് പറയുന്നുണ്ട്, രാജാവെ, ഇന്നുള്ളതിലധികം 100 ഇരട്ടി ജനം അങ്ങേക്ക് ദൈവം വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ, എങ്കിലും എണ്ണുക എന്നുള്ള ഈ ഒരു കാര്യം അങ്ങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദാവീദിൻ്റെ നിർബന്ധപ്രകാരം അത് അവർക്ക് ചെയ്യേണ്ടി വരുന്നു. പിന്നെ പടനായകന്മാരും യോവാബും അവിടുന്ന് പുറപ്പെടുകയാണ്. രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് എല്ലാ പ്രദേശങ്ങളിലും പോയി ആളുകളുടെ എണ്ണം എടുത്തു വന്നപ്പം ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും യഹൂദ്യർ 5 ലക്ഷവും ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും യഹൂദർ ആയുധപാണികളായ യോദ്ധാക്കൾ 5 ലക്ഷവും ഉണ്ടായിരുന്നു. അതാണ് കണക്ക്. പക്ഷേ കണക്ക് ഒക്കെ എടുത്തു വന്നപ്പോഴത്തേക്ക് ദാവീദിന് മനസ്സിലൊരു കുത്തുകൊണ്ടു. അയ്യോ, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു, വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത്. ഇത് ആദ്യം യോവാബ് സൂചിപ്പിച്ചതാണ്. പക്ഷെ ആ സമയത്ത് അത് ദാവീദിന് അത് തോന്നാൻ തക്കവണ്ണം ദൈവം അതിനെ തടുത്തിരുന്നു. ദൈവം തോന്നിച്ചിട്ടാണല്ലോ ഈ എണ്ണൽ നടത്തിയത്. അപ്പം ദൈവം ഈ ജനത്തെ ശിക്ഷിക്കാനായിട്ട് മനസ്സിൽ ഉറച്ചിരുന്നു എന്ന് വേണം നമ്മൾ എൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ. അല്ലെങ്കിൽ ഇസ്രായേൽ വിരോധമായിട്ടാണ് ഇത് തോന്നിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പം ഗാദ് പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയും ഗാദ് പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് ചെല്ലുകയും അവിടെ ദൈവം 3 ശിക്ഷയ്ക്കുള്ള 3 കാര്യങ്ങൾ ദാവീദിന് മുമ്പിൽ വെക്കുകയും ചെയ്യുന്നു. 3 കാര്യങ്ങൾ വെക്കുകയാണ്. അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളാനാണ് പറയുന്നത്. നിന്റെ ദേശത്ത് 7 വർഷത്തെ ക്ഷാമം വേണം, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ നിന്നിൽ ഓടിപ്പോവുകയും ചെയ്യണമോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി, അത് വേണോ? ഏതാണ് വേണ്ടത്? ആകെ ധർമ്മസങ്കടത്തിലാവുന്നു ദാവീദ്. ഞാൻ വല്ലാത്ത കഷ്ടത്തിലായിപ്പോയല്ലോ, ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ വീഴുക, അതാണ് നല്ലത്, ദൈവത്തിൻ്റെ കാരണം വലിയതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനുഷ്യൻ്റെ കയ്യിൽ വീഴാതിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുതാൽ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് താനായിട്ട് ഒരു കാര്യവും അതിൽ നിന്ന് സെലക്ട് ചെയ്യാതിരുന്നു. അപ്പോൾ ദൈവം 3-ാമത്തെ സംഗതി 3 ദിവസത്തെ മഹാമാരി അയച്ചു. അപ്പം മഹാമാരി ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വീണ്ടും ബാധിപ്പാൻ വേണ്ടി ദൂതൻ കൈനീട്ടിയപ്പോൾ ദൈവം അതിനെ തടുത്തു, അനുദപിച്ചിട്ട് പറഞ്ഞു, മതി, നിൻ്റെ കൈ പിൻവലിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങ് പിൻവലിക്കുകയും ചെയ്തു. പിന്നെ ഈ 70,000 പേരെ മരിച്ചുള്ളൂ, പിന്നെ ആരും മരിച്ചില്ല. എന്നിട്ട് ഈ ദൈവത്തിൻ്റെ ദൂതൻ അപ്പം നിന്നത് യബൂസിനായ, അതായത് യെരുശലേമൊക്കെ പെടുന്ന ആ സ്ഥലമായ യബൂസ്യൻ എന്ന അരവനയുടെ മരിക്കളത്തിലായിരുന്നു. അവിടെ ദൂതനെ കണ്ടിട്ട് ദാവീദ് യഹോവയോട് പറയുന്നത്, അപ്പോൾ ദൂതനെയാണ് കണ്ടത്, ദൂതനെ കണ്ടിട്ടുള്ളൂ, ആരും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതിനെ കണ്ടിട്ട് ദാവീദ് പറഞ്ഞു യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തു, ഞാനല്ലോ കുറ്റം ചെയ്തു, ഈ ആടുകൾ എന്ത് ചെയ്തു? നിൻ്റെ കൈ എനിക്കും വിരോധമായി, എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഗാദ് ദാവീദിൻ്റെ അടുക്കൽ വന്നവനോട് പറഞ്ഞു, യബൂസിനയുടെ അരവനയുടെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം ഉണ്ടാക്കുക, അവിടെ യാഗം കഴിക്കാനൊക്കെ പറയും. അപ്പോൾ അവിടെ ചെന്ന് അരവനയോട് പറഞ്ഞു, ആ
കളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. അയ്യോ എടുത്തോ, നിനക്ക് കാളയും വിറകുകളും ഒക്കെ ഞാൻ സൗജന്യമായി തരാം എന്ന് പറയുകയാണ്. ഇല്ലില്ല, ഞാൻ വില കൊടുത്തേ വാങ്ങുള്ളൂ. അവസാനം അത് വില കൊടുത്ത് വാങ്ങി. അവിടെ യഹോവയ്ക്ക് യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഇതാണ് അതിൽ നടക്കുന്ന സംഭവം. ഇതേ കാര്യം നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ദിനവൃത്താന്ത പുസ്തകം ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 21 അധ്യായത്തിൻ്റെ 1 വാക്യത്തിലും ഇതേ സംഭവം. നമ്മൾ ഈ യഹൂദ രാജാക്കന്മാരുടെ കാര്യമൊക്കെ 3 നമുക്ക് വായിക്കാം. അത് ഒന്ന്, ഈ ദാവീദിൻ്റെ കാര്യം വരെ നമുക്ക് ഇതിൽ വായിക്കാനൊക്കെ ഉള്ളൂ. ബാക്കി 2 രാജാക്കന്മാരുടെയും കാര്യങ്ങൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും വായിക്കാൻ കഴിയും. പക്ഷേ ഈ ദാവീദിൻ്റെ ഈ വരെയുള്ള കാര്യങ്ങൾ 3 പുസ്തകത്തിലും വായിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലും ഇതേ സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് ദൈവത്തിൻ്റെ കോപം ഇസ്രായേലിനെ നേരെ ജ്വലിക്കുകയും ഇസ്രായേലിനെ എണ്ണാൻ വേണ്ടിയിട്ട് അവർക്ക് വിരോധമായി ദാവീദിന് ദൈവം തോന്നിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതേ സംഭവം ഞാനീ പറഞ്ഞ പോലെ 1 ദിനവൃത്താന്തം 21:1 എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്നാണ്. ഒരേ സംഭവമാണ്. ഒരിടത്ത് നമ്മൾ കാണുന്നു, ദൈവം ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് അവർക്ക് വിരോധമായി ദാവീദിൻ്റെ മനസ്സിൽ ഇസ്രായേലിനെ എണ്ണുവാൻ തോന്നിച്ചു. ഇവിടെ സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു എന്നാണ്. ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്, യോവാബ് പറയുകയാണ്, യോവാബ് തൻ്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എൻ്റെ യജമാനായ രാജാവെ ഈ കാര്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിന് കുറ്റത്തിന് കാരണമായി തീരുന്നൊക്കെ യോവാബ് പറയുന്നുണ്ട്. പക്ഷേ യോവാബിൻ്റെ രാജാവിനെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ഒരേ സംഭവം. അപ്പം ഒരിടത്ത് യഹോവ ദാവീദിൻ്റെ മനസ്സിൽ തോന്നിച്ചു ഇസ്രായേലിന് വിരോധമായി. ഇവിടെ സാത്താൻ ദാവീദിനെ തോന്നിച്ചു ഇസ്രായേലിന് വിരോധമായി എന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ സാത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ ദൈവത്തെ യഹോവയെ സാത്താൻ എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഈ സാത്താൻ എവിടെയൊക്കെ വേറെ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ മനുഷ്യനായിട്ടുള്ളവരെ സാത്താൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യേശു പത്രോസിനെ വിളിക്കുന്നുണ്ട്, നീ സാത്താനെ, നീ ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ന്. അപ്പം മനുഷ്യരെ സാത്താൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവദൂതൻ ബിലെയാമിൻ്റെ അവിടെ വരുമ്പം അവിടെ അങ്ങനെ പലയിടത്തും സ്ഥലങ്ങളും ദൈവദൂതൻ സാത്താനായി നമുക്ക് കാണാം. സാത്താൻ എന്ന് വന്നതായി എന്നല്ല, രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവദൂതനെ സാത്താൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാം. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്, സാത്താൻ എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, നമ്മളിപ്പം ആളുകളുടെ പേര്, സ്ഥലം ഇതൊക്കെ ചെയ്യുമ്പം ഇംഗ്ലീഷിൽ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററാണ് ആദ്യത്തെ അക്ഷരം എഴുതുക. അപ്പം ക്യാപിറ്റൽ ലെറ്റർ എഴുതും. ഇപ്പം നമ്മുടെയൊക്കെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് എഴുതുമ്പം പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. അതുപോലെ ഇംഗ്ലീഷ് ബൈബിളിൽ സേറ്റൻ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ എസ് ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വ്യക്തി എന്ന നിലയ്ക്ക് അവർ വിശ്വസിച്ചിട്ടാണിത് പറയുന്നത്. ബൈബിളിലുടനീളം പരിശോധിച്ചാൽ അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ സൃഷ്ടി അല്ലാതെ ഒന്നും നമ്മുടെ ചുറ്റും കാണാൻ കഴിയില്ല. നമ്മൾ ആകാശത്ത് നോക്കിയ നക്ഷത്രങ്ങളായാലും സൂര്യനായാലും ചന്ദ്രനായാലും ഭൂമിയിൽ വളരുന്ന ചെടികളായാലും ഭക്ഷ്യമൃഗാദികളായാലും ഇരജന്തുക്കളായാലും സമുദ്രമായാലും ഭൂമിയായാലും സൗരയൂഥങ്ങളായാലും മനുഷ്യനായാലും എല്ലാം ദൈവം സൃഷ്ടിക്കാത്ത ഒന്നും ഇല്ല. ക്രൂര ജന്തുക്കൾ എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. സാത്താനെ സൃഷ്ടിച്ചതാര്? എവിടെയാണ് സാത്താൻ സൃഷ്ടിക്കപ്പെട്ടത്? ഇത് നമ്മുടെ ബൈബിളിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? സാത്താൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പല പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഉപദേശികളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ബഹുഭൂരിപക്ഷം പേരുടെ വിശ്വാസം എന്ന് പറയുന്നത്, പാപം ചെയ്ത ദൂതനെ വെട്ടി
ദൈവം ഭൂമിയിലേക്ക് ഇട്ടു. അവനാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കുന്നതെന്നാണ്. 48-ാം സങ്കീർത്തനത്തിലും അതുപോലെ വേറൊരു സങ്കീർത്തനത്തിലും കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളാണെന്നും അവർ ദൈവത്തിൻ്റെ വീരന്മാരായി ദൈവം പറയുന്നത് എന്താണോ അത് കേൾക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും അവർക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒക്കെ ഒരു നിയമം വെച്ച് ലംഘിക്കരുതാത്ത ഒരു അതിര് വച്ചിരിക്കുന്നത് പോലെ ഈ ദൂതന്മാർക്കും ദൈവം അങ്ങനെ ഒരു അതിര് വെച്ചിട്ടുണ്ട്. അവർക്ക് പാപം ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അത് ഈ വിശ്വസിക്കുന്ന കാര്യം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് പറയുന്നുള്ള മറ്റൊരു കാര്യം. ഞാൻ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അവർക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത്. വെട്ടി താഴത്ത് വീണു എന്ന് പറയുന്ന അത് ആ ആൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ ദൂതന്മാർക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. 148-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചാൽ അത് മനസ്സിലാവും. പെട്ടെന്ന് മറ്റേ സങ്കീർത്തനം എനിക്ക് ഓർമ്മ വരുന്നില്ല. 148-ാം സങ്കീർത്തനമാണ് ഒരു സങ്കീർത്തനം, അവർക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് കാണുന്ന സങ്കീർത്തനം. അപ്പം ഇതാണ് അവസ്ഥയായിരിക്കെ. ഇപ്പം നമ്മൾ കാണുന്നത് എന്താ? മനുഷ്യനെ സാത്താനായിട്ട് വിളിച്ചിട്ടുണ്ട്, ദൂതന്മാരെ സാത്താനായിട്ട് വിളിച്ചിട്ടുണ്ട്, ഇപ്പം ദൈവത്തെയും സാത്താനായി വിളിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? ദൈവം ഈ ഇസ്രായേൽ ജനത്തിന് ഒരു എതിരാളിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒപ്പോസറായി നിൽക്കുന്നു. ആ വാക്കിൻ്റെ അർത്ഥം, സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം, സൈറ്റൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നേ ഉള്ളൂ, ഒപ്പോസർ എന്നേ ഉള്ളൂ. അപ്പം ഇവരുടെ ഒരു എതിരാളിയായി ഇപ്പം ദൈവം നിൽക്കുകയാണ്. അത് ദൂതൻ എതിരാളിയായി നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു ഒരു കാര്യം പറയുമ്പോൾ അവിടെ ദൈവത്തിനെതിരായിട്ട് നമ്മുടെ പത്രോസ് നിന്നിട്ടുണ്ട്. അപ്പോൾ എതിരാളി എന്നൊരർത്ഥം മാത്രമേ അതിനകത്തുള്ളൂ. അതിനകത്ത് ഇവിടെ ഇവർക്കെതിരായി നിൽക്കുന്നത് യഹോവയായ ദൈവമാണ്. ആ ദൈവത്തിന് സൈറ്റൻ എന്ന് പറഞ്ഞിരിക്കുന്നു. സൈറ്റൻ നമ്മൾ എങ്ങനെ പരിശോധിച്ചാലും അതൊരു വാക്കർത്ഥം മാത്രമാണ്, ഒരിക്കലും ഒരു വ്യക്തിയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ആ കാര്യം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 27-ാം അധ്യായം. അവിടെ ഒരു കാലഘട്ടത്തിൻ്റെ ഏത് സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. അത് 26-ാം അധ്യായത്തിൻ്റെ ആദ്യത്തിലും നമ്മൾ വായിക്കുന്ന യോശിയാവിൻ്റെ മകനായ യഹൂദ രാജാവ് യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ യഹോവയെങ്കിൽ നിന്നുള്ള അരുളപ്പാട് എന്ന് പറയും. അതിൻ്റെ തുടർച്ച തന്നെയാണിത്. ഇപ്പം 2-ാമത്തെ അധ്യായത്തിൽ അത് വീണ്ടും എടുത്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ഒറ്റ പുസ്തകമാണ്. യിരെമ്യാ പ്രവാചകന് അധ്യായം തിരിച്ചെഴുതിയതല്ല. പിന്നീട് വന്ന ബൈബിളിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെ അധ്യായങ്ങളാക്കുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായി എഴുതി വരുന്നതാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും ഈ യോശിയാവിൻ്റെ മകൻ യഹൂദ രാജാവ് യഹോവയാക്കീൻ എന്നുള്ളത് 27-ാം അധ്യായത്തിൻ്റെ ആ ഭാഗത്ത് കാണത്തില്ല. അപ്പോൾ 2 അധ്യായമാക്കിയതുകൊണ്ട് അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എഴുതി ചേർത്താകാനേ വഴിയുള്ളൂ. അപ്പോൾ അവിടെ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നീ കയറും നുകവും ഉണ്ടാക്കി നിൻ്റെ കഴുത്തിൽ വെക്കുക. പിന്നെ അവയെ യഹൂദ രാജാവ് സിദെക്കീയാവിൻ്റെ അടുക്കൽ വരുന്ന ദൂതന്മാരുടെ കയ്യിൽ ഏദോം രാജാവിനും മോവാബ് രാജാവിനും അമ്മോന്യർ രാജാവിനും സോർ രാജാവിനും സീദോൻ രാജാവിനും കൊടുത്തയക്കണം. എന്നിട്ട് അവരോട് കൽപ്പിക്കണം, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലുള്ള മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ട് നീട്ടിയ ഭുജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാനത് കൊടുക്കും. ഇപ്പോഴോ ഈ ദേശങ്ങളെയൊക്കെയും ഇപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ രാജാക്കന്മാരുടെ എല്ലാം സിദെക്കീയാവ് ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും അവന് കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും അവൻ്റെ മകൻ്റെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധി ആവോളം സേവിക്കും. അപ്പോൾ നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഇവിടെ വരുന്ന രാജാവിനെയല്ല, ആ രാജാവിൻ്റെ മകൻ്റെ മകനൊക്കെയും സേവിക്കും. കാരണം 70 വർഷമുണ്ട്. 70 വർഷം ഒറ്റ രാജാവല്ല. ആ തലമുറ മാറി വരുന്നതനുസരിച്ച് പുതിയ രാജാക്കന്മാർ വരും. അപ്പോൾ ആ രാജാക്കന്മാരുടെ കാലത്ത്, അപ്പോൾ അത്രയും കാലം ഒരു നെബൂഖദ്നേസറിൻ്റെ മകൻ്റെ കാലത്തും രണ്ടാമത്തെ കൊച്ചുമകൻ്റെ കാലത്തുമൊക്കെ നിങ്ങളവിടെ പ്രവാസത്തിലായിരിക്കുമെന്നാണ് ഈ പറയുന്നത്. അപ്പം ഇത് സംഭവിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ട് പറയാം, നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ശകുനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത്. നിങ്ങളുടെ ദേശത്ത് നിന്ന് അകറ്റിക്കളയുവാനും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകാൻ ഇടയാകാതെ കൊണ്ട് അവർ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുകയാണ്.
അവർ നിങ്ങളോട് കള്ളം പറയുകയാണ്. ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് വസിക്കുമാറാക്കും. അവർ എവിടെ? ബാബേൽ ദേശത്ത്, കൽദയ ദേശത്ത്. അവിടെ അവർ കൃഷി ചെയ്ത് അവിടെ പാർക്കും. നേരത്തെ പറഞ്ഞല്ലോ, അവിടെ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കുമെന്ന് ദൈവം നേരത്തെ പറഞ്ഞുണ്ട്. ദൈവ രാജാവ് സിദക്കിയാവോടും പ്രസ്താവിച്ചതെന്നാൽ അന്ന് സിദക്കിയാവില്ല. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് സിദക്കിയാവില്ല, യഹോയാക്കീം എന്ന് പറയുന്ന രാജാവില്ല. യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തെ കാലത്താണ് പറയുക. എല്ലാം നടന്ന് സംഭവിച്ചതുപോലെ ഇവിടെ പറയുകയാണ്. സിദക്കിയാവോട് പ്രസ്താവിച്ച് പറഞ്ഞതെന്നാൽ, നിങ്ങൾ ബാബേൽ രാജാവിൻ്റെ നുകത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ചു കൊള്ളുവിൻ. ബാബേൽ രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് അവർ വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും ഒക്കെ മരിക്കും. എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കാൻ ചെയ്യുക. എന്നാൽ നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ ഭാഷ കേൾക്കരുത്. അവർ ഭോഷ്കാണ് പറയുന്നത്, ഞാൻ അവരെ അയച്ചിട്ടില്ല എന്നും ദൈവം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുരോഹിതന്മാരോടും സകല ജനത്തോടും പ്രസ്താവിച്ചെന്താണ്? പിന്നെ ഞാൻ. അപ്പോൾ ഇതെല്ലാം ദൈവം യിരെമ്യാ പ്രവാചകനോട് പറയുന്ന കാര്യമാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചെന്തെന്നാൽ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയുന്നത്, അവിടെ യഹോയാക്കീൻ്റെ കാലത്തുമൊക്കെ ഈ ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ അവരെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബേലിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അതൊന്നും കൊണ്ടുവരികയില്ല. ബാക്കിയുള്ളതും കൂടി എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെഖന്യാവെയും യഹൂദയിലെ യെരുശലേമിലുമുള്ള സകല കുലീനന്മാരെയും യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയപ്പോൾ, അപ്പോൾ പിടിച്ചുകൊണ്ട് പോയി എന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. പറയുന്നത് അതിനു മുമ്പാണ്. പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവരന്ന് എടുക്കാതെ വച്ചിരുന്ന ബാക്കി ആലയത്തിൻ്റെ ഉപകരണങ്ങളും ഒക്കെ അവരെടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. അന്ന് ശേഷിപ്പുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകും. ബാബേലിലേക്ക് ആളുകളെയും കൊണ്ടുപോകും. ഇനിയും വരുമ്പോൾ ആളുകളെയും കൊണ്ടുപോകും. പക്ഷേ ഒരു കാര്യം ദൈവം അവസാനം പറയുന്നുണ്ട്, ഞാൻ അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവർ അവിടെ ഇരിക്കും, പിന്നത്തേതിൽ ഞാൻ അവയെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും എന്ന അവരുടെ അരുളപ്പാട്. അപ്പം നോക്കണേ, എത്ര അധ്യായമായിട്ട് ഒരേ കാര്യം തന്നെയാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. ഇനി 27 ആയിട്ടുള്ളൂ, 52 അധ്യായങ്ങളുണ്ട്. ഇവിടെ എല്ലാം ദൈവം അവസാനത്തെ 2-3 അധ്യായങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈ കാര്യം തന്നെ. അതാണ് നോഹയുടെ കാലം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും നാളാണെങ്കിൽ ഇവിടെ 23 വർഷം സംസാരിച്ചതിനെക്കുറിച്ച് ഇവിടെ നമ്മൾ വായിച്ചു 2 അധ്യായങ്ങൾക്ക് മുമ്പ്. 23 വർഷം. അപ്പം നോഹ അതിനേക്കാളും വർഷം. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഒരു 100 വർഷമെങ്കിലും നോഹ ഈ കാര്യം ജനത്തോട് സംസാരിച്ചു. കാരണം പെട്ടകം ഉണ്ടാക്കണേ അത്രയും സമയമെടുക്കും. പെട്ടകം പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ഒരു പുതിയ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അങ്ങനെ ഒരു പെട്ടകത്തെക്കുറിച്ച്. അതിൻ്റെ ടെക്നോളജി ഒന്നും ഇന്നത്തെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ആളില്ല, ചെയ്യാൻ ആളില്ല, ഒരു കൂട്ടം ആൾക്കാർ വന്ന് ചെയ്തു തീർക്കാനില്ല. അതിനെല്ലാം ചീകി മിനുക്കി എല്ലാം ഒരേ സൈസിലാക്കി അതിൻ്റെ ചേർത്ത് വെക്കുമ്പോൾ അതിനകത്ത് ഗ്യാപ്പില്ലാതെ ഒക്കെയും ചെയ്തൊക്കെ വെക്കണം. അവസാനം കീല് ചതിച്ചു ഒക്കെ ശരി തന്നെയാണ്. എങ്കിലും അത്രയും രീതിയിൽ അത് ചെയ്യണമെങ്കിൽ അതിന് വലിയ മാനുഷികാധ്വാനവും അതുപോലെ സമയവുമാണ്. അല്ലെങ്കിൽ ഒരു 100 പേര് നിന്ന് ചെയ്യുകയാണെങ്കിൽ അതിന് നിശ്ചിത സമയം. ഇത് ആകെ 8 പേരേ ഉള്ളൂ ആ വീട്ടിൽ. 8 പേരും അതിനകത്ത് അധ്വാനിച്ചു എന്ന് നമ്മൾ കരുതാനും ഒക്കത്തില്ല. നോഹയുടെ ആൺമക്കൾ മാത്രമായിരിക്കും അതിനകത്ത് അധ്വാനം ഉണ്ടായിരുന്നത്. അപ്പോൾ 4 പേർ അധ്വാനം നമ്മൾ അതിനകത്ത് കണ്ടാൽ മതി. അത് തീരുന്നത് വരെയും, ആ പെട്ടകം തീരുന്നത് വരെയും ഇത് ജനത്തോട് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടകം ഉണ്ടാകുന്ന കാണുന്നവരും മനസ്സിൽ ചോദിക്കും, എന്താ ഈ പെട്ടകമൊക്കെ ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ, അല്ലോ ഒരു ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ഒരു പ്രളയം വരാൻ പോവാണ്, അതിനു മുമ്പ് ഇതിനകത്ത് കയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയാൽ പിന്നെ പ്രളയം നമ്മളെ ബാധിക്കുകയില്ല, രക്ഷപ്പെടാൻ നിങ്ങൾ പ്രളയത്തിന് മുമ്പ് വന്ന് കയറിക്കോളൂ എന്ന് അവരോട് പറയുന്നുണ്ട്, അല്ലാതെയും പറയുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ സംസാരിച്ചെന്നുള്ളൂ. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ നമ്മൾ വീണ്ടും കാണുകയാണ് ഇവിടെ. ദൈവം ഇവരെ വിടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നതേയില്ല. യിരെമ്യാ പ്രവാചകൻ്റെ വാക്കല്ല, കള്ളം പറയുന്ന ഭോഷ്ക് പറയുന്ന പ്രവാചകന്മാരുടെ വാക്കാണ് അവർ കേൾക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായി. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ കാലത്തും ഭൂമിയിൽ നോക്കുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. അത് ബൈബിൾ കൊണ്ട് കിടക്കുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്ന എല്ലാവരും ദൈവത്തെയാണ് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ അവിടെയും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദൈവം ആരെന്നറിയാതെ എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്? ദൈവം എന്ന് പറഞ്ഞ് മനുഷ്യരായ പലരോടും
മരിച്ചുപോയ വിശുദ്ധന്മാരോടും ഒക്കെ പോയി പ്രാർത്ഥന കഴിക്കുന്ന ആളുകൾക്ക് ദൈവം ആരെന്നറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരും തെറ്റിക്കിടക്കുകയാണ്. അവരും തെറ്റായ ഒരു വിശ്വാസത്തിലാണ്. അവരും ഈ പറഞ്ഞ പോലെയുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ആ മനുഷ്യരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഈ ഒരു വിവരണത്തിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. ബൈബിളിലെ സത്യങ്ങളെ മനസ്സിലാക്കിയത്, ആഴത്തിൽ പഠിച്ചതുമൊക്കെ പല വചനഭാഗങ്ങൾ തമ്മിൽ മാറ്റുരച്ച് നോക്കിക്കൊണ്ട് അതെന്താണെന്ന് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഇവിടെ പ്രസ്താവിക്കുന്നു. കൂടുതൽ ആളുകൾ ഇത് കേട്ടിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഞങ്ങൾ ആശിക്കുകയാണ്. മൂന്നാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ ഈ വായനാ ഭാഗങ്ങളിൽ 4 സുവിശേഷങ്ങളിൽ 4 സുവിശേഷവും തുടരെ വായിക്കുന്ന രീതിയിലല്ല ഈ ബൈബിൾ റീഡിംഗ് പ്ലാനർ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മത്തായിയുടെ സുവിശേഷം വായിച്ചു. അത് കഴിഞ്ഞ് നേരെ റോമറിലേക്ക് പോയി. റോമർക്ക് എഴുതിയ ലേഖനം ഇന്നലെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം. ഈ മർക്കോസിൻ്റെ സുവിശേഷം കഴിഞ്ഞിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങളിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് മൂന്നാമത്തെ സുവിശേഷമായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരും. പിന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ആ ലേഖനങ്ങളിലേക്ക് പോകും. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും 4-ാമത്തെ സുവിശേഷത്തിലേക്ക് വരും. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ, പിന്നെ പുതിയ നിയമം തുടർച്ചയായിട്ട് അങ്ങനെയാണ് ഈ വായനാ സഹായി നമുക്ക് അല്ലെങ്കിൽ ഈ ബൈബിൾ റീഡിംഗ് പ്ലാനർ ഓർഡറായി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ സുവിശേഷങ്ങൾ 4 പേര് എഴുതിയതാണ്. 4 പേരുടെയും പ്രതിപാദന ശൈലി ഒരേ രീതിയിലല്ല. 4 പേരും ചിലപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരിടത്തിൽ മിസ്സായിട്ടുണ്ട്, ഒരിടത്തിൽ ഇല്ലാത്ത കാര്യം മറ്റൊരിതിലുണ്ട്. അപ്പം 4 സുവിശേഷവും നമ്മൾ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെയും പഠിക്കാൻ. 4 സുവിശേഷത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വചനം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ എഴുതാൻ നിന്നാൽ ഈ പുസ്തകങ്ങളൊന്നും തികയാതെ വരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എഴുതാനുണ്ട്. എന്നാൽ ദൈവം എന്താണോ എഴുതണം, എന്താണോ നമ്മൾ മനസ്സിലാക്കണം, അറിയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രം ഈ 4 സുവിശേഷകന്മാരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മത്തായിയുടെ സുവിശേഷകൻ എന്ന നിലയിൽ നിന്ന് മാർക്കോസ് എന്ന സുവിശേഷങ്ങളിലുള്ള വ്യത്യാസം, മത്തായി അല്ലെങ്കിൽ മാത്യു യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും കൂടെ നടന്ന് കണ്ട് അറിഞ്ഞ് പിന്നീട് എഴുതിയതാണ്. എന്നാൽ മാർക്കോസിനെ സംബന്ധിച്ച് മാർക്കോസ് കേട്ട് എഴുതിയ ആളാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറുകയും പിന്നീട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പ്രേരണയാൽ പിന്നീട് എഴുതിയതാണ്. അപ്പോൾ ഈ 2 ആളുകളെയും സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ ബാക്കിയുള്ള സുവിശേഷകർക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. നമുക്ക് ഇനി വായനാ ഭാഗത്തേക്ക് വരാം. ഇന്ന് 1-ാമത്തെ അധ്യായം മാത്രമാണ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുമുള്ളത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. നേരെ ക്രിസ്തുവിലേക്ക് തന്നെ വരുന്ന രീതിയിലാണ്. ജനനമൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. വരുന്നത് 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും, അവൻ നിൻ്റെ വഴി ഒരുക്കും, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം എടുത്ത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. നേരെ യേശുക്രിസ്തുവിൻ്റെയും യോഹന്നാൻ സ്നാപകൻ്റെയും പ്രായപൂർത്തിയായ അല്ലെങ്കിൽ അവരുടെ അവരുടെ ശുശ്രൂഷ തുടങ്ങുന്ന അല്ലെങ്കിൽ ശുശ്രൂഷയിലേക്ക് നേരിട്ട് അങ്ങ് എഴുതപ്പെടുകയാണ്. ചെറുപ്പകാലങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. അതേസമയം ചെറുപ്പകാലമൊക്കെ നന്നായിട്ട് അറിയണമെങ്കിൽ, അതായത് യേശുക്രിസ്തുവിന് ജനനം മുമ്പ് ഉള്ള കാര്യം വരെ അറിയണമെങ്കിൽ അത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ജനനത്തോടടുത്ത കാലം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ജനിച്ചു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. എന്നാൽ യേശുക്രിസ്തു ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് ഏറ്റവും നന്നായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ കണ്ടത് നേരെ അവരുടെ പ്രായപൂർത്തിയായ കാലത്ത് അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ കാലങ്ങളിലേക്ക് തന്നെയാണ് നേരിട്ട് ഇവിടെ രചയിതാവ് സുവിശേഷ എഴുത്തുകാരൻ നോക്കുന്നത്. അവിടെ
യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള പ്രവചനമാണ് എഴുതി. ആ പ്രവചനമാണ് ഇവിടെ മർക്കോസ് എഴുതി കോട്ട് ചെയ്തത്. അവിടെ പലരും യോഹന്നാൻ്റെ അടുക്കൽ വന്ന് സ്നാനം കഴിഞ്ഞു പോയി. യോഹന്നാൻ്റെ വേഷം പറയുന്നുണ്ട്. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുകിളിയും കാട്ടുതേനും ആഹാരം കഴിച്ചു പോകുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പം അവിടെ പറയുന്നുണ്ട്, എന്നിലും ബലമേറിയ ഒരുവൻ പിന്നാലെ വരുന്നുണ്ട്, അവൻ്റെ ചെറുപ്പിൻ്റെ വാറ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ. അവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ഈ കാലത്ത് ആ സമയത്ത് തന്നെ യേശുക്രിസ്തു ഗലീലയിലെ നസറേത്തിൽ വന്നു, യോഹന്നാൻ സ്നാനം ഏറ്റു. അപ്പോൾ ഇവിടെ യോഹന്നാനാൽ സ്നാനം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റ സെൻറ്റൻസിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ വേറെ സുവിശേഷം പരിശോധിക്കുമ്പോൾ യോഹന്നാൻ സ്നാനം കഴിപ്പാൻ വരുന്നു, യോഹന്നാൻ തടുക്കുന്നു, നിൻ്റെ കൈയാൽ ഞാൻ സ്നാനം ഏൽക്കേണ്ടതാണ് ആവശ്യമെന്ന് പറയുന്നു. ക്രിസ്തു പറയുന്നു, അങ്ങനെയല്ല, ഇപ്പോൾ നീ സമ്മതിക്ക്, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടതെന്ന് പറയുമ്പോൾ യോഹന്നാൻ യേശുക്രിസ്തുവിന് സ്നാനം കൊടുക്കുന്നു, സ്നാനപ്പെടുത്തുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒറ്റ സെൻറ്റൻസിൽ ആ സ്നാനം കഴിഞ്ഞു, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ യേശുക്രിസ്തുവിൻ്റെ മേൽ വരുന്നതും കണ്ടു. ഒരു ശബ്ദവും കേട്ടു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരി ശബ്ദവും കേട്ടു. അത് യോഹന്നാൻ സ്നാപകൻ കേട്ടു, വേറെ എല്ലാവരും കേട്ടോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. അവിടുന്ന് മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ 40 രാവും 40 പകലും യേശുക്രിസ്തു മരുഭൂമിയിലായിരുന്നു. അവിടെ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ള ആ ഒരു മരുഭൂമിയിലായിരുന്നു. അവിടെ സാത്താനിൽ പരീക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതും യോഹന്നാൻ സ്നാപകൻ മത്തായിയുടെ സുവിശേഷത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നൊരു ഭാഗം. അവിടെ അവൻ സാത്താനായിൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു എന്നുള്ള ചുരുക്കെഴുത്തിൽ അവിടെ തീരുകയാണ്. ഓരോ സുവിശേഷങ്ങളുടെയും ഉദ്ദേശം എന്തിനു വേണ്ടി ഇത് എഴുതി എന്നുള്ളതിന് വ്യത്യാസമുണ്ട്. അവിടെ നടന്ന സംഭവങ്ങളെ പ്രതിപാദിക്കാനല്ല മർക്കോസ് സുവിശേഷം മറ്റൊരു തരത്തിലാണ് അതിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ആ സുവിശേഷത്തിലുള്ളതല്ല ഇതിലും, ഈ സുവിശേഷമല്ലേ അതും, എല്ലാ സുവിശേഷവും ഒന്നല്ലേ എന്നൊരു ചിന്തയിൽ നമ്മൾ ഈ സുവിശേഷങ്ങളോട് അടുക്കരുത്. എല്ലാ സുവിശേഷത്തിലും വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു മുന്നറിവോടുകൂടി വേണം ഓരോ സുവിശേഷത്തെയും നമ്മൾ സമീപിക്കുവാനും കാണുവാനും. അത് കഴിഞ്ഞ് യോഹന്നാൻ തടവിലായതിന് യോഹന്നാന് ഹെരോദിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഹെരോദിൻ്റെ ഭാര്യയെ സംബന്ധിച്ചാണ്. ഹെരോദിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് ഹെരോദ് ഭാര്യയാക്കി വെച്ചിരുന്നത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞതാണ് കാരണം. അതുകൊണ്ട് ഈ ഹെരോദിൻ്റെ ഭാര്യ ഹെരോദ്യ അത് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഒരു തക്കം വന്നപ്പോൾ യോഹന്നാനെ കൊല്ലുവാൻ അത് അവസരമായിട്ട് ഉപയോഗിച്ചു. മകളെ കൊണ്ട് യോഹന്നാൻ്റെ തലയെന്ന് പറയിപ്പിക്കുകയും യോഹന്നാൻ്റെ തല ഒരു താലത്തിൽ വെച്ച് കൊണ്ടിരിക്കുകയും ചെയ്തു. അത് ഒന്നും ആണ് അതിനെ സംബന്ധിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്. അത് നമുക്കിവിടെ വായിച്ചെടുക്കാൻ ആ ഭാഗത്തില്ല. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശുക്രിസ്തു ഗലീലയിലേക്ക് പോയി രാജ്യത്തിൽ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീരെന്ന് പറഞ്ഞു. ഇതുതന്നെയാണ് യോഹന്നാൻ സ്നാപകനും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് യേശുക്രിസ്തു അത് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവിടെ വഴിയിൽ വെച്ച് യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ശീമോൻ്റെ സഹോദരൻ അന്ത്രയോസ്, യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാൻ, അവരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് കഫർനഹൂമിൽ പോയി. കഫർനഹൂമിലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ വീട്. ശബത്തിൽ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. ആ ഉപദേശത്തിലൊക്കെ ആളുകൾ വിസ്മയിച്ചു. സാധാരണ ഉപദേശങ്ങൾ പോലെയല്ല, വളരെ വ്യത്യസ്തമായ ഒരു അധികാരമുള്ളവനായിട്ട്, ശാസ്ത്രീയമാരെ പോലെയൊന്നുമല്ല, ഒരു അധികാരമുള്ളവനായിട്ട് ആണ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അവർക്ക് കാണാൻ കഴിഞ്ഞത്. അതിനിടയ്ക്ക് ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. നസറായൻ യേശുവേ, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്. അശുദ്ധാത്മാവ് ബാധിച്ച നീ ഞങ്ങളെ ബന്ധിപ്പിക്കാൻ നീ നേരത്തെ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. അതിനെ ശാസിച്ചു, മിണ്ടരുത്, ആ മനുഷ്യനെ വിട്ടുപോകാൻ പറയും ആ അശുദ്ധാത്മാവിനോട്. അശുദ്ധാത്മാവ് ആ മനുഷ്യനെ തറയിലിട്ട് കുറേ ഇഴച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഇത് വിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് ആ മനുഷ്യൻ
സുബോധം പ്രാപിച്ച് ഇരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ വേറൊരു കാര്യം സംഭവിക്കുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഖ്യാതി, പബ്ലിസിറ്റി മറ്റുള്ള പ്രദേശങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് പിന്നെ ഞാൻ ചില കാര്യങ്ങൾ വിടുകയാണ്. അവിടെ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ നാനാ വ്യാധികളാൽ വലഞ്ഞിരുന്ന പലരെയും യേശുക്രിസ്തു സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങളെന്നൊക്കെയും പറയുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ സംഭവത്തിലേക്ക് വരുമ്പോൾ അതൊക്കെയും നമുക്ക് ആ മനുഷ്യൻ്റെ രോഗാവസ്ഥകളായിരുന്നു. ഇപ്പം ശാരീരികമായ രോഗം ബാധിച്ചവരെയും ഭൂതം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തി പ്രാപിച്ച ഭ്രാന്തന്മാരായിരിക്കുന്ന അവർ ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യുന്ന, ഭ്രാന്തിൻ്റെ അവസ്ഥ ഏതാണല്ലോ, അവരറിയാതെ ചെയ്യുന്നതിനെയും ഭൂതം ബാധിച്ചവർ എന്ന് ഇവിടെ പറയും, നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വായിക്കുന്നത്, ശീമോനും കൂടെയുള്ളവരും പിന്നാലെ ചെന്നു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തു പറഞ്ഞു, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിനാണ്, നമുക്ക് അവിടേക്ക് പോകണം. ഇതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, വീട്ടിൽ ചെന്നിരിക്കാനോ അവിടെ ചെന്ന് അപ്പനെ അമ്മയുടെയും കീഴിലിരിക്കാനോ അല്ല. അങ്ങനെ പറയുന്നില്ല, എങ്കിലും ആശയം അതാണ്. അങ്ങനെ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്നു പ്രസംഗിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അവർക്കൊക്കെ സൗഖ്യം വന്നു. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറയുന്നു. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാമെന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠരോഗം വിട്ടുമാറുന്നതും കാണുന്നുണ്ട്, ശുദ്ധി വന്നു. യേശു പറഞ്ഞു, നീ പുരോഹിതൻ, അതാണല്ലോ നിയമം, പുരോഹിതൻ്റെ മുമ്പിൽ വേണം ഇത് കാണിക്കാൻ. കഴിഞ്ഞ പുരോഹിതനാണ് ഈ കുഷ്ഠത്തിൻ്റെ, അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ, ഇന്നത്തെ പോലെ അല്ല. ഇന്ന് കുഷ്ഠമെന്ന് പറഞ്ഞാൽ നിർമ്മാർജ്ജനം ചെയ്ത ഒരു രോഗമാണ്. അന്നങ്ങനല്ല. ഇന്ന് കുഷ്ഠമെന്ന് പറഞ്ഞാൽ ഏറ്റവും നികൃഷ്ടമായി മനുഷ്യനെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയുന്ന ഒരു രോഗമാണ്. ആ സമയത്താണ് യേശു ക്രിസ്തു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത്. ചില കുഷ്ഠരോഗിയെ തൊടുന്നതുകൊണ്ട് സൗഖ്യമാക്കുന്നത്. അപ്പോൾ ചെന്ന് പറയും, നീ പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ പറയും, നിനക്ക് നീ പൂർണ്ണമായും ശുദ്ധിയായോ, നിന്നിൽ നിന്ന് കുഷ്ഠം മാറിയോ. അപ്പോൾ അപ്പോഴാണല്ലോ അത് കൺഫേം ആകുക. നീ കുഷ്ഠം മാറി എന്നൊക്കെയും അയാൾക്ക് ബോധ്യം വന്നാലും, യേശു ക്രിസ്തു കുഷ്ഠം മാറ്റിയാലും അത് സർട്ടിഫൈ ചെയ്യേണ്ടത് പുരോഹിതനാണ്. ആ വ്യവസ്ഥ തെറ്റിക്കാൻ യേശുക്രിസ്തു തയ്യാറാകുന്നത്. നീ കുഷ്ഠരോഗി ആയിരുന്നു, നീ ഇപ്പോൾ സൗഖ്യമായോ ഇല്ലയോ എന്നുള്ളത് നീ പോയി നിൻ്റെ പുരോഹിതനെ കാണിച്ചിട്ട് അവൻ പറയുന്ന പോലെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവിടെ ദേവാലയത്തിൽ കൊടുക്കേണ്ടത് കൊടുക്കുകയും വേണം. അവൻ പുറപ്പെട്ട് യേശുക്രിസ്തുവിനെ ഘോഷിപ്പാനും വസ്തു പ്രസംഗിപ്പാനും തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ ഒരു വിവരവും മറ്റുള്ളവരറിയാൻ ഇടയായി. യേശുക്രിസ്തു കൂടുതൽ പരസ്യമായി, അല്ലെങ്കിൽ കൂടുതൽ പബ്ലിഷ്ഡായി, ആളുകൾക്ക് കൂടുതൽ പ്രസിദ്ധനായി മാറി. അങ്ങനെയാണ് ആ അധ്യായം നമ്മൾ അവസാനിക്കുന്നത്.